മുത്തശ്ശേ എങ്ങനെയുണ്ട് ഒട്ടകം? ഒരു പ്ലേറ്റ് കൊണ്ട് ചോറിട്ടോ. എങ്ങനെയുണ്ട് തിന്ന് കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുള്ള രസമുണ്ടോ ഇല്ല എന്നുള്ളത്. ഞങ്ങൾ വെയിറ്റ് ചോറ് തന്നിട്ട് ഇന്നെ കാത്തിരിക്കൊണ്ട് ചെയ്തില്ല കണ്ടില്ലേ? ഞാൻ തന്ന അർച്ചോന്നും പബ്ലിക്കിൽ പറയാൻ പറ്റൂല. എന്നെ പോലീസ് വിളിച്ചു. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വരുമ്പോ ഇതാ നല്ല അടിപൊളി ഒട്ടകം. ആരെങ്കിലും ഒട്ടകത്തെ ഉപദ്രവിച്ചാൽ അപ്പം ഇന്ന് ഒട്ടകാണ്. ആദ്യം തന്നെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കണോ. എനിക്കിതാ ഈ മസാല കൂട്ടാന്നുള്ള മാത്രം ആ മഞ്ഞപ്പൊടി മുളകും പൊടി പൊടിയില്ലേ അത് മൂന്നിട്ടിക്കണോ. അതുകൊണ്ട് കൊളായ മുത്തോസിൻ്റെ തന്നെ നേരായ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എന്തിന്? ഇത് ഉള്ളിയാണ്, ഉള്ളിയും തക്കാളി. നേരെ മസാല കൂട്ടൽ മാത്രം എൻ്റെ പണിയിട്ടോ. ആക്കി കറി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം. ഉള്ളിട്ട് ഇങ്ങനെയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഉള്ളി നമ്മൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ അറിയാലോ, ഉള്ളി എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ എന്താക്കും, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട് അതിനകത്ത് കുറച്ച്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കണ്ടോ പച്ച കളറാണ്. അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള കളറാണത്. നമ്മുടെ നാട്ടിലത്തെ ഇങ്ങനെ വെച്ചാൽ ഈ കളർ വരില്ലല്ലോ. ആ വരില്ല. അടുത്ത സ്മെല് തന്നെയാണ് നോക്കിയത്. ഒട്ടകം മുന്നേ തിന്നിക്കണോ? ഇല്ലേ, ഞാൻ ഇപ്പൊ പറ്റില്ലേ. ഒട്ടകത്തെ ആരെല്ലാം ഉപദ്രവിച്ചാൽ ആദ്യമായിട്ട് ഒട്ടകം തിന്നാൻ പോവല്ലേ? പിന്നെ സമാധാനം എന്താ വെച്ചാല് കൊന്ന പാപ തിന്നാ തീരുന്നതാണ്. അതുകൊണ്ട് തിന്നാണ്. ഓ അല്ലെങ്കിൽ തിന്നാനല്ലേ അല്ലേ? കാരണം ഒട്ടകത്ത് ഉപദ്രവിച്ചാണ്ടല്ലോ. പത്തലാണ് പത്തല്. ഇനി തിന്നിട്ട് ഞാൻ നോക്കട്ടെ എൻ്റെ ഒട്ടകക്കറി എങ്ങനെ ഉണ്ടെന്ന്. രസമില്ലെങ്കിൽ അപ്പൊ ഞാൻ മുത്തൂസിനെ പറയാനുണ്ട്. അവളാണ് ഇതില് ഇനിയിപ്പോ അത് പറയുക കൊളായിരുന്നുള്ള പരിപാടിയാ. ഞാൻ ഇതിലാകെ മഞ്ഞപ്പൊടി മുളകുപൊടി മാത്രം ഇട്ടിട്ടുള്ളൂ. രസമില്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് മതി. ഞാൻ എത്ര നന്നാക്കി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇനി ഇക്കൻ്റെ കഴിവാണ് ആ കറി രസം ഉണ്ടായത്. എനിക്ക് ഇതില് ഇത് നോക്കിയിട്ട് ഒരു എത്തുമ്പോഴും കിട്ടില്ല. എത്ര മസാല ഇടണ്ട ഒന്നും അറിയണില്ല. അത് ഞാൻ പറഞ്ഞതാ. ഞാൻ എത്ര ഇട്ടെന്ന് കാണിച്ചെന്റെ ഇതിലേക്ക്. ഞാൻ അങ്ങനെ കാണിച്ചൊന്നും എനിക്കറിയില്ലല്ലോ. എനിക്കതിന് കണക്കുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലാവുക. ഏതാ വിളവിനെ വേണം. വറ്റിച്ചുണ്ടാക്കുക, കറിയാക്കിട്ടുണ്ടാക്കുക. നെയ്ച്ചോറാണ്, നെയ്ച്ചോർക്കുള്ള. അപ്പൊ വറ്റിച്ചാൽ മതി. തേങ്ങ അരച്ചുള്ള കറിയാണ്. എന്ത് ഒട്ടകോ? തേങ്ങ അരക്കേ ഇക്കല്ലേ ഉണ്ടാക്കണേ? തേങ്ങ അരക്കണ്ടല്ലേ? തേങ്ങ അരച്ചിട്ടുള്ള ഒട്ടക്കറിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടാക്കുക. എനിക്കറിയില്ല, ഞാൻ ഒട്ടക ആദ്യമായിട്ട് തിന്നണേ. ഞാൻ ഒക്കെയല്ലേ തകർച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ചെറുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം വലിയ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ എന്തൊക്കെ ഇറച്ചികൾ തിന്നിക്കണു? ഞാൻ തന്ന അർച്ചോന്നും പബ്ലിക്കിൽ പറയാൻ പറ്റൂല. എന്നെ പോലീസ് വിളിച്ചു. പറയേ ഞാൻ കേക്കട്ടെ. പറയേ അന്നങ്ങനെ പറയാൻ പറ്റില്ല മുത്തൂസേ. ചിക്കൻ, ബീഫ്, പിന്നെ മീന് ആ മീന്, പിന്നെ പിന്നെന്താ? താറാവ്, ആട്, പോത്ത്, താറാവ്, മുയല്. മുയല് തിന്നണല്ലേ? ആട്, കാട്ടാട്. കാട്ടാടിനൊക്കെ തിന്നണം. പിന്നെ ഇപ്പൊ ഒട്ടകത്തിന് തിന്നണം അല്ലേ? ആമിറച്ചി തിന്നാണ്. ആമനെ തിന്നോ? ഓ ഞണ്ട് ഇപ്പൊ എല്ലായിടത്തുള്ളതല്ലേ, അതിന് പല എടുത്തു പറയാം. ഞണ്ട് തിന്നാത്തവരുണ്ടാവില്ല. ഉണ്ടാവോ അറിയില്ല കേട്ടോ. ഞണ്ട് തിന്നാത്തവരുണ്ടാവോ?
കാശ്മീരി ആയിക്കോട്ടെ. കുറച്ച് കളറായിക്കോട്ടെ. നാട്ടിൽ നടന്ന മല്ലിപ്പൊടി അല്ലേ? ചിക്കൻ മസാല അതെന്താ പറഞ്ഞൂടെ എനിക്ക് ആദ്യം. മഞ്ഞപ്പൊടി കൊറിയാണ്ടോ അതിലേക്ക് വരണ്ട. അത് മഞ്ഞപ്പൊടിയാണ്. ഒരു ഷെഫാണ്, അതിൻ്റെ ഏത് പൊടിന്ന് പോലും അറിയാം. മല്ലിപ്പൊടിൻ്റെ കളർ ചെയ്യുന്നത് ഞാൻ തട്ട്. ആ മല്ലിപ്പൊടി. മീറ്റ് മസാല ഉണ്ടോ അവിടെ? സാധാരണ ഒരുവിധമുള്ളവരൊക്കെ മീറ്റ് മസാല മാത്രം ഇട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഗരം മസാല മാത്രമേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളൂ. ഓ ഇതിട്ടില്ലല്ലോ വേപ്പിൻ്റെ മല്ലിയില. അതായിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഇവിടുത്തെ ഉപ്പ് നല്ല ഉപ്പാണ്. അത്ര മതിയാവില്ലേ? നല്ല ഉപ്പാണല്ല, കുറച്ചിട്ടാൽ തന്നെ ഓവർ ഉപ്പാവാണ്. പറയട്ടോ. അങ്ങനെ ദാ നമ്മൾ ഉണ്ടാക്കിയ ഒട്ടകക്കറി തിളക്കുന്നു. മുത്തശ്ശേരി തുള്ളീൻ്റെ കൈക്കെടുത്ത് ഇങ്ങോട്ട് വെച്ച മറ്റേ പറഞ്ഞതേ തിളച്ചുകൊണ്ട് നിൽക്കണ കറി കേട്ടോ മുത്തശ്ശേ. ഒത്തിരി മയക്കം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അടിപൊളി കറി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പൊക്കി പറയാന്ന് വിചാരിച്ചത് കേട്ടോ. രക്ഷയില്ല. SP ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ട്. ആ കറി എത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി അതൊരു മുത്തശ്ശേ എങ്ങനെയുണ്ട് ഒട്ടകം? ഒരു പ്ലേറ്റ് കൊണ്ട് ചോറിട്ടോ. എങ്ങനെയുണ്ട് തിന്ന് കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുള്ള രസമുണ്ടോ ഇല്ല എന്നുള്ളത്. ഞങ്ങൾ പോയിട്ട് ചോറ് തന്നിട്ട് ഇന്നെ കാത്തിരി കുടിച്ചില്ല കണ്ടില്ലേ? രസല്ലേ? ഞാൻ ഉണ്ടാക്കിയോണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് തിന്നോ? ബീഫ് പോലെ തന്നെ കേട്ടോ. എല്ലാം മാത്രമുള്ള അരച്ചക്കിച്ച് ഫുള്ള് തിന്നിക്കണ ഇറച്ചി ഉണ്ടായില്ലേ? ചൂട് മാമ വെച്ചോ? തൊള്ളിയെന്താ ചീങ്കോ? മാമ തിന്നല്ലേ? മാമല്ല, രാവിലത്തെ സമോസ ഇതൊക്കെ തിന്ന്. പിച്ചിന്റെ ഒട്ടകറി എല്ലൊട്ട ഇതെന്താ എല്ലൊക്കെ വാരിട്ടണം? എല്ലിനുള്ളിലുണ്ടോ? ഇതിങ്ങനെ തോണ്ടിയ അല്ല മജ്ജ കിട്ടും കണ്ടോ? കണ്ടോ? ഇങ്ങനെയാണ് ഇതെല്ലാം ഒട്ടകത്തിന് കാലി കടിച്ച പൊട്ടുന്ന ഉമ്മ എല്ലൊക്കെ കടിച്ച പൊട്ടുന്ന്. ഇക്ക കടിച്ചു നോക്കി പൊട്ടണില്ല. പൊട്ടല്ലേ പല്ലൊട്ടും. കാണിച്ച അല്ല ഒട്ടകത്തിന്റെ മജ്ജ. രസമുണ്ടോ? അടിപൊളി. കാണോ? നിക്കണ്ട. രസമുണ്ടോ? ഇത് മജ്ജൊന്നുമില്ല. അതാണ് ഞാൻ തന്നെ പോത്തുംകാല് തിന്നാൻ പോയി കൊണ്ടുപോയിരുന്നത്. എല്ലാം ഒറ്റക്ക് തിന്നിട്ടില്ല. പോത്തുംകാലൊന്നും കിട്ടിയതാണ്. ഒറ്റക്ക് തിന്നു വന്നിട്ട് എനിക്കെടുത്തരാ. പിന്നെ പോത്തുംകാലം എന്തെങ്കിലും എന്താ ഒട്ടക്കാലിതാ.
എങ്ങനെയുണ്ട്? രസമുണ്ട്. പിന്നെ അത് രസം ഉണ്ടെങ്കിൽ ഇനി പോത്തും നാം പോകണം, നമുക്ക് നാട്ടിൽ പോയാൽ കേട്ടോ. മൂലാഴ്ച തന്നെ കൊണ്ടുപോകും. കൊണ്ടുപോകാഞ്ഞിട്ടല്ല, പിന്നെ ഈ എങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും? മറ്റേ ഇട്ടപ്പോൾ അലിഞ്ഞു പോയി. മുട്ടടിച്ചിട്ട് ഇങ്ങനെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നമ്മളെങ്ങനെയാണെങ്കിൽ ഹീറോ അല്ലേ? എന്നാ മതി തിന്നട്ടെ. നമുക്ക് വെള്ളം ഇറക്കും ഒട്ടക്കരച്ച് ഇങ്ങനെ കണ്ടിട്ട്.